മാഷേ, കഴിഞ്ഞ ദിവസം BJPയുടെ ഒരു കേന്ദ്ര സഹമന്ത്രി പറഞ്ഞത് കേരളം മിനി പാകിസ്ഥാനാണെന്ന്. കുറച്ച് നാളുകൾക്ക് മുൻപ് വിജയരാഘവനാണെന്ന് തോന്നുന്നു, പോളിറ്റ് ബ്യൂറോ അംഗം, എനിക്ക് ശരിക്കും ഓർമ്മയില്ല, വിജയരാഘവൻ ആണെന്ന് തോന്നുന്നു, കോൺഗ്രസ് ജയിക്കുന്നത് SDP പോലുള്ള വർഗീയമായ നിലപാടുകളുള്ള പാർട്ടികളുടെ വോട്ട് നേടിയിട്ടാണ് എന്നുള്ളത്. നമുക്കറിയാം, പല തീവ്രവാദ സംഭവങ്ങൾ ഇന്ത്യക്കകത്ത് നടക്കുമ്പോഴും അതിൻ്റെ ഒരു കണ്ണി കേരളത്തിലുണ്ടാകും. ചില ജില്ലകളെ കേന്ദ്രീകരിച്ച് പലപ്പോഴും NI ഒക്കെ വന്ന് പിന്നെ എന്താ പറയുക, ഇവിടെ തമ്പടിച്ച് നിന്ന് ആളുകളെ കൊണ്ടുപോകുന്ന, ഭീകരരെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ. കേരളം ഭീകരവാദത്തിന് തഴച്ചു വളരാൻ പറ്റുന്ന മണ്ണാണ്, ഭീകരവാദത്തിൻ്റെ ഹബ്ബാണെന്ന് P. ജയരാജൻ പറഞ്ഞ് നാക്കങ്ങോട്ട് വായിലിടുന്നതിന് മുന്നേ അദ്ദേഹത്തിന് ഭീഷണി വന്നോ അതോ താക്കീത് വന്നോ എന്നറിയില്ല. അദ്ദേഹം പറഞ്ഞു ഇപ്പോഴത്തെ കാര്യമല്ല, പണ്ടത്തെ കാര്യമാണ് പറഞ്ഞതെന്ന്. സത്യത്തിൽ കേരളം മിനി പാകിസ്ഥാനാണോ മെഗാ പാകിസ്ഥാനാണോ? അല്ല, നേരത്തെ കുറേ കാലങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ ഒരു പ്രദേശത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് എന്ന് പറയുമായിരുന്നു. അത് ഈ കള്ളവാറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പാകിസ്ഥാൻ എന്ന് പേര് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസുകാർക്കൊന്നും ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥലമായിട്ടത് മാറിക്കഴിഞ്ഞു. ഒരു തുരുത്താണ്, ആ തുരുത്തിനകത്തൊരു തുരുത്താണ്. അങ്ങോട്ട് എത്താനായിട്ട് പോലീസ് വാഹനങ്ങൾക്ക് എത്താനായിട്ട് കഴിയും. അപ്പോൾ ഈ കള്ളവാറ്റുകാരെ പിടിക്കാനായിട്ട് പോലീസ് എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും സംഭവിക്കുന്നത് കള്ളവാറ്റുകാരുടെ തല്ലുകൊണ്ട് പോലീസുകാർ അവിടെ നിന്ന് ഓടിപ്പോരേണ്ടി വരും. എന്നുവെച്ചാൽ ഇന്ത്യൻ ഭരണ വ്യവസ്ഥക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രവിശ്യയായിട്ടത് മാറി എന്നുള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പേര് അന്നതിന് വന്നിരുന്നത്. പക്ഷേ അതിന് വർഗീയ സ്വഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു വാറ്റ് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, അത് ഈ നമ്മളുടെ പോലീസിനും അതേപോലെ തന്നെ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമായി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ നമ്മളുടെ ഭരണകൂട അതിർത്തിക്ക് പുറത്താണ് എന്നുള്ളതിൻ്റെ പേരിൽ ആണ് അങ്ങനത്തെ ഒരു പേര് വരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇടക്കിടക്ക് കേൾക്കുന്ന അത് അങ്ങനെയല്ല, ഇത് വർഗീയമായിട്ടുള്ളൊരു പ്രയോഗമാണ്. അങ്ങനെ കേരളത്തെ മിനി പാകിസ്ഥാനെന്നോ അല്ലെങ്കിൽ മെഗാ പാകിസ്ഥാനെന്നോ വിളിക്കുന്നത് ശരിയാണ്. കേരളത്തിൽ BJPയുടെ എത്രയോ പ്രമുഖരായിട്ടുള്ള നേതാക്കളുണ്ട്. ആ നേതാക്കളൊക്കെ താമസിക്കുന്നത് ഈ മിനി പാകിസ്ഥാനിലാണ്. K. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, ഇവരൊക്കെ പാകിസ്ഥാനിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രയോഗം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനതയും അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമായിട്ടുള്ള പ്രയോഗമാണ്. അത്തരം പ്രയോഗങ്ങൾ പാടില്ല. ഇപ്പോൾ ഭീകരപ്രവർത്തനം നടത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ജയിലിലടക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളുടെ ഭരണഘടനയും അതേപോലെ തന്നെ നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയും നിലനിൽക്കുന്നത്. അതങ്ങ് ചെയ്യുക. അതിനപ്പുറമായിട്ടൊരു ജനതയെ മുഴുവൻ അങ്ങനെ അടച്ചാക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരിയല്ല. അതുകൊണ്ട് BJPയുടെ ഈ നേതാവ് പറഞ്ഞത് പിൻവലിക്കണം എന്നുള്ളതാണ് നമ്മൾ കേരളീയരെന്ന നമ്മളുടെ അഭിപ്രായം. നമ്മൾ BJPക്കാരാണെങ്കിൽ പോലും അത് അദ്ദേഹം പിൻവലിക്കേണ്ടത് ആവശ്യമായിട്ട് വരും. വിജയരാഘവൻ പറഞ്ഞ കാര്യം എന്താണ്? പ്രിയങ്ക ഗാന്ധിയുടെ വിജയം എന്ന് പറയുന്നത് SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വിജയമാണ് എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ വർഗീയവാദികളുടെ വിജയമാണ് എന്ന നിലക്കാണ് അത് അന്ന് അദ്ദേഹം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് അത് പാകിസ്ഥാനാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിച്ചപ്പോൾ അവിടെ മുസ്ലിം ലീഗിൻ്റെ കൊടികളൊക്കെ ഉയർന്നപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ മത്സരിക്കുന്നത് പാകിസ്ഥാനിലാണ് എന്ന് BJP ഇതേപോലെ തന്നെ ഉത്തരേന്ത്യയിലിരുന്ന് പറഞ്ഞു. അപ്പം അതിനെയൊക്കെ അങ്ങനെയല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്നതാണ് നമുക്ക് കേരളീയരെന്ന നിലക്ക് നമുക്ക് കൊടുക്കാവുന്നതായിട്ടുള്ള മറുപടി. ഇപ്പം മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം തീവ്രവാദികളുടെ കേന്ദ്രമാണ് എന്ന നിലയ്ക്ക് ഇടക്കിടക്ക് ചർച്ചകൾ വരും. അതൊരിക്കലും ശരിയല്ല. അവിടെ എത്രയോ ഹിന്ദു കുടുംബങ്ങളുണ്ട്. മുഴുവൻ മുസ്ലിങ്ങളല്ലോ, വളരെയധികം ഹിന്ദുക്കൾ അവിടെ ജീവിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ഒരു സ്ഥിതി എന്താണ്? വർഗീയമായിട്ട് തന്നെ പരിശോധിച്ചാൽ പോലും അവരെ അത്രമാത്രം അടച്ചാക്ഷേപിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ആ പ്രയോഗങ്ങളെ ശരിയല്ല എന്നുള്ള. എവിടെയൊക്കെ തീവ്രവാദികളുണ്ടോ ആ തീവ്രവാദികളായി കാണുകയും അവരെ പിടിച്ച് ജയിലിടുകയും ചെയ്യുക. അതല്ലാണ്ട് ഒരു പ്രദേശത്തെ മനുഷ്യരെ ആക്ഷേപിക്കാനും അപഹസിക്കാനും വേണ്ടി ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത് നല്ലതല്ല. നമ്മൾ പക്ഷേ കേരളത്തിലിരുന്ന് BJPക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ ഉടനെ തന്നെ അത് കൊള്ളാം എന്ന് പറയുക എന്ത് മോശമായിട്ടുള്ള മാനസികാവസ്ഥയാണ് അതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് നമ്മളെയാണ് ഈ BJPക്കാരനടങ്ങുന്നതായിട്ടുള്ള കേരളത്തെയാണ് ഉത്തരേന്ത്യയിലിരുന്ന് ഒരാൾ എന്ത് ചെയ്യുന്നു, ആക്ഷേപിക്കുന്നു, നിങ്ങൾ മിനി പാകിസ്ഥാനികളാണ് എന്ന്.
ഇത് ഇപ്പോൾ മാത്രമല്ല, ഞാൻ പലപ്പോഴും ഡൽഹിയിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്ന ഒരു സമയത്തൊക്കെ നമ്മൾ ഡൽഹിയിൽ നടക്കുമ്പോൾ അവർ നമ്മളെ കാണുന്നത് കൊലയാളികൾ എന്ന നിലക്കാണ്. കേരളീയരായ മുഴുവൻ ആളുകളും കൊലയാളികളാണ് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും അതിനനുസരിച്ച് കേരളീയരെ കാണുകയും നോക്കുകയൊക്കെ ചെയ്യുന്ന രീതിയുണ്ട്. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്, വളരെ അപകടകരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഒരിക്കലും ഇന്ത്യയിൽ ഉള്ള ഒരു സംസ്ഥാനത്തെയും ഒരാളെയും എന്ത് ചെയ്യാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ PFI പോലെ നിരോധന സംഘടനകൾ ഇവരൊക്കെ പലപ്പോഴും പ്രവർത്തിക്കുന്നത് ഇവരിൽ തന്നെ പല ആളുകളും ഭീകരവാദവുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നു. നമ്മൾ പലരും ഈ സിറിയയിലൊക്കെ അടിമയ്ക്കാൻ പോയവരൊക്കെ ഈ ചില സമുദായത്തിൽ പെടുന്നവരാണ്, ചില ജില്ലകളിൽ നിന്ന് ചില സമുദായങ്ങളിൽ നിന്നൊക്കെ ഉള്ളവരാണ്. ഇവരൊക്കെ തീവ്രവാദം എന്തോ നല്ല കാര്യമാണ്. അവര് മതതീവ്രവാദികളാണ്. മതതീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാജ്യസ്നേഹമൊന്നും ഉണ്ടാവണമെന്നില്ല. കാരണം അവർക്ക് ഈ മതത്തിനോട് ഉള്ള പ്രാന്തമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ആ പ്രവൃത്തിയാണ് ശരിയെന്ന് അവരങ്ങ് വിശ്വസിക്കുകയാണ്. കാരണം വെച്ചാൽ അവരുടെ ഈ തലച്ചോറ് മുഴുവനും എന്ത് ചെയ്തിരിക്കുന്നു, വാഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവിടെ നമ്മൾ നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും കയറില്ല. ആകെ ഈ ഭ്രാന്ത് മാത്രമാണ് അവയ്ക്കുള്ളത്. അവരെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അവർ ജയിലിലടക്കുക എന്ന് പറയുന്നത്. അതല്ലാണ്ട് നമ്മൾ താമസിക്കുന്ന ഇടത്തെ ഒരിക്കലും അങ്ങനെ വിശേഷിപ്പിക്കാനും അത്തരത്തിലുള്ള അപഹാസ്യത്തിന് വിധേയമാക്കാനും പാടില്ല. അതിനാണ് നമ്മൾ എതിർക്കേണ്ടത്. നമ്മൾ ചിലപ്പോൾ BJP-കാരനായിരിക്കും, ചിലപ്പോൾ CPM-കാരനായിരിക്കും, ചിലപ്പോൾ കോൺഗ്രസ്സുകാരനായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരൻ ആരും ആകാം. പക്ഷെ നമ്മൾ നമ്മുടെ രാജ്യത്തോട്, ഇന്ത്യയോട്, അതേപോലെ തന്നെ നമ്മൾ താമസിക്കുന്നതായിട്ടുള്ള സംസ്ഥാനത്തോട് ഒക്കെ കൂറ് പുലർത്തി ജീവിക്കുന്നവരാണ്. നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. നമ്മളീ മലയാളി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്, ഏറ്റവും മികച്ചത് മലയാളികളാണ് എന്ന് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അത് അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ മലയാളിയാവുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ പറയാണ് നമ്മൾ പാകിസ്ഥാനിയാണ്, അത് ശരിയാവില്ല. മറ്റൊരാൾ നമ്മളങ്ങനെ ആക്ഷേപിക്കാനായിട്ട് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. പാർട്ടി അവിടെ പ്രശ്നമല്ല, BJP-കാരൻ ആയിരിക്കാം അത് പറഞ്ഞിരിക്കുന്നത്. ഇനി അതല്ല, അവിടെ ഇരുന്ന് വേറെ ഏതെങ്കിലും പാർട്ടിക്കാർ BJP-കാരെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ BJP ഭരിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അതല്ലാണ്ട് വേറെ പ്രത്യേകം BJP-ആണ് ഇവിടെ ഭരിച്ചിരുന്നെങ്കിൽ അവർ പറയുമോ ഇത് മിനി പാകിസ്ഥാനാണെന്ന്? പറയില്ല. അപ്പോൾ അവിടെ അവരുടെ വളരെ സങ്കുചിതമായ ഒരു രാഷ്ട്രീയ ബോധം ഒരു ജനതയെ, ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളെ അടച്ചാക്ഷേപിക്കുന്ന കാരണമായി തീരുകയാണ്. ഈ 2025 തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അത്തരത്തിലുള്ള ആക്ഷേപം കേൾക്കാനായിട്ട് ബാധ്യസ്ഥരായിരിക്കുക എന്നുള്ളതാണ്. അതെ, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെക്കുറിച്ചും നമുക്കങ്ങനെ പറയാൻ പാടില്ല. കാരണം ആ ഭാഗമെല്ലാം ഇന്ത്യയുടെ ഭാഗമാണ്. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ തന്നെ നമ്മൾ പറയുന്നത് നമ്മളുടെ രാജ്യമാണത്. അത് പാകിസ്ഥാനാണെന്ന് നമ്മൾ പറയാൻ തയ്യാറല്ല, അല്ലേ? എനിക്ക് തോന്നുന്നില്ല കേന്ദ്രത്തിൽ ഈ ഭരിക്കുന്ന BJP ജമ്മു കാശ്മീർ പാകിസ്ഥാനാണ് എന്ന് പറയില്ല. അപ്പോൾ അതിലുള്ള അങ്ങനെ പറയാൻ പറ്റാത്തൊരവസ്ഥ അവിടെ ഉള്ളതുപോലെ കേരളം മിനി പാകിസ്ഥാനാണെന്ന് പറയുന്നതിൽ ഒരു ഇല്ലോജിക്കൽ ക്യാരക്ടറുണ്ട്. എന്നുവെച്ചാൽ വലിയ അയുക്തികത. പറയുന്നവൻ്റെ മനസ്സിൻ്റെ പ്രശ്നമാണ്, മനോനിലയുടെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ അവൻ അങ്ങനെ പറയുന്നത്. ഒരു ബോധത്തോടു കൂടിയല്ല സംസാരിക്കുന്നത്. കാരണം നമ്മൾ ഈ വളരെ കൂടുതൽ തീവ്രവാദികളുള്ള ഒരു സ്ഥലമാണ് ജമ്മു കാശ്മീർ, അറിയാലോ. ഒരുപാട് തീവ്രവാദികൾ പാകിസ്ഥാനിൽ നുഴഞ്ഞു കയറിയിട്ടുള്ളതാണ്. അവർ മാത്രമല്ല, അവരിപ്പോഴും നമ്മുടെ പട്ടാളക്കാരെയും അതേപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകളെയും വെടിവെച്ച് കൊല്ലുന്ന സംസ്ഥാനം. എന്നാലും നമ്മൾ ഇന്ത്യയിലോ പുറത്തോ ഒരിടത്തും പറയാറില്ല ജമ്മു കാശ്മീർ പാകിസ്ഥാനാണ് എന്ന്. പറയുമോ? പറയില്ല. അതാണ് അതിൻ്റെ യുക്തി. നമ്മളുടെ ഈ ഫ്രോണ്ടിയേഴ്സിന്, നമ്മുടെ അതിർത്തിക്കകത്തുള്ള ഒരു പ്രദേശവും പാകിസ്ഥാനാണെന്നോ അല്ലെങ്കിൽ ചൈനയാണെന്നോ പറയാൻ നമ്മൾ തയ്യാറല്ല, പറയാൻ പാടില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മളുടെ ഇവിടെ ഇരുന്ന് ഇത് മാധ്യമപ്രവർത്തകനല്ല ആരായിക്കൊള്ളട്ടെ, അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ശരിക്ക് രാജ്യവിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഇവിടെ കേരളത്തിൽ തീവ്രവാദികളുണ്ടെങ്കിൽ, രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളുണ്ട്, ദേശവിരുദ്ധരായിട്ടുള്ള ആളുകൾ, അവരെ ശിക്ഷിക്കുക, അവരെ ജയിലിലടക്കുക, അവരെ തുറന്നു കാണിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ പ്രദേശം മിനി പാകിസ്ഥാനാണെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യവിരുദ്ധമായ പ്രസ്താവനയാണ്. ശരിക്കും അത്തരത്തെ പ്രസ്താവന നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. പക്ഷേ BJP-യുടെ ഒരു നേതാവാണ് അത് പറഞ്ഞത് എന്നതുകൊണ്ട്
കേരളത്തിലെ BJPക്കാർ അത് ശരിയാണ് എന്നൊരിക്കലും പറയരുത്. കാരണം അത് അവർക്കെതിരെ കൂടിയുള്ള പ്രയോഗമാണ്. കാരണം അവർ ജീവിക്കുന്ന സ്ഥലത്തെ അവരുടെ ആവാസ വ്യവസ്ഥയെ തന്നെ പാകിസ്ഥാനിവൽക്കരിക്കാനായിട്ട് അവർ കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ പാകിസ്ഥാൻ വിരുദ്ധനാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഒരു കാരണവശാലും കൊണ്ടു നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് കേരളത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. കേരളം പാകിസ്ഥാനല്ല, ചൈനയല്ല, സിലോണല്ല, ഒന്നുമല്ല. കേരളമാണ്. അത് ഇന്ത്യയുടെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ ഉറക്കെ എപ്പോഴും പറയുന്നത് നമ്മൾ ഇന്ത്യക്കാർ എന്നാണ്.